Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ആക്റ്റീവ് ലിസണിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ആക്റ്റീവ് ലിസണിങ് നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്പർ 1 കാര്യം. കാരണം ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അവരെങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണുള്ളത്, എന്തൊക്കെ ഇഷ്ടങ്ങളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്ടക്കേടുകളാണുള്ളത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. ആ വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മളൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ട് ഇമോഷണൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ആകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി സംസാരിക്കുന്ന സമയത്ത് അത് കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് അവരെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ അതേ കാര്യം മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാകണം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ലിസണിങ്, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, വൾണറബിൾ ആകുക എന്നുള്ളതാണ്. അതായത് ഇവിടെ വൾണറബിൾ ആകുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ആരുമായിട്ടാണോ നിങ്ങൾക്കൊരു ഇമോഷണൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സേഫ് സ്പേസ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സേഫ് പ്ലേസ് ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് മാറണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം അവരുമായിട്ട് ഇടപഴകേണ്ടത്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയാൻ മടിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയില്ല, എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാരണമായിരിക്കും പലപ്പോഴും വൾണറബിൾ ആകാതിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ട് ഇമോഷണലി ഇൻറ്റിമേറ്റ് ആകണം അല്ലെങ്കിൽ വളരെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ഒരു സേഫ് പ്ലേസ് ആണ്. അല്ലെങ്കിൽ അവരോട് നമുക്ക് നമ്മുടെ ഓൺ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫീലിങ്സ് നമുക്കൊരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫിയർ ഇല്ലാതെ നമുക്ക് തുറന്ന് പറയാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഷെയിമോ അല്ലെങ്കിൽ ഒരു അവരെന്നെ ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളുടെ ഓൺ ഫീലിങ്സ്, ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് എംപതി. അതായത് നിങ്ങൾ ആരുമായിട്ടാണോ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്, ആ വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നടക്കാവൂ അങ്ങനെ ചിന്തിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ എംപതി ഓട്ടോമാറ്റിക്കലി വർക്ക് ആയിക്കോളും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ എംപതി എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ കൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, പരസ്പരം അറിയാനും അല്ലെങ്കിൽ കൂടുതൽ അടുക്കാനും എപ്പോഴും സഹായിക്കുന്ന ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. ഈ ടൈം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും. അതായത് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ദിവസം ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hour ഒക്കെ ആണെന്ന് വിചാരിക്കാം. പക്ഷെ ആ സമയം ചെറുതാണെങ്കിൽ കൂടി അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു വ്യക്തിയുമായിട്ട്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ആ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ആവുന്നത്. നമുക്ക് കിട്ടുന്നത് കുറച്ച് സമയമാണെങ്കിൽ പോലും ആ ഒരു സമയം എൻജോയബിൾ ആക്കുക അല്ലെങ്കിൽ വളരെ മെമ്മറബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് എപ്പോഴും പറയുന്നത് നമുക്ക് കിട്ടുന്ന സമയം ക്വാളിറ്റി ടൈം ആക്കി മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി ടൈം ആണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ ആ
ഓരോ നിമിഷവും അത് വളരെ എൻജോയബിൾ ആക്കുക, വളരെ മെമ്മറബിൾ ആക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് കുറച്ച് ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർമ്മകളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തെ മാക്സിമം അത് അങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം അടുത്തറിയുന്നത് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്, അവിടെ തുറന്ന് സംസാരിക്കുമ്പോഴാണ്. സോ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് വളരെ ഹോണസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. തീർച്ചയായിട്ടും വളരെ ഹോണസ്റ്റ് ആയിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുമായിട്ട് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ സാധിക്കും. നെക്സ്റ്റ്, ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു ഇൻറ്റിമസി ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള ഒരു അടുപ്പം ഉണ്ടായിരിക്കും, ഒരു ലെവൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, അല്ലെ? എങ്ങനെയാണോ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു അടുപ്പം തോന്നുന്നത് അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾ അത് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യും, ചില ആളുകൾക്ക് അതൊരു ഫിസിക്കൽ ടച്ച് ആയിരിക്കാം. സോ നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിയുമായിട്ട് അടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് എങ്ങനെയാണോ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എപ്പോഴും അതിനൊരു സത്യസന്ധത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ്. ഫൈനൽ വൺ, ആ റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾക്കൊരു ക്യൂരിയസ് ആക്കി നിലനിർത്താൻ സാധിക്കുമെങ്കിൽ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടിൽ വരുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും, അത് ഓരോന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ അതൊരു ഡേറ്റ് നൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള നിങ്ങളുടെ ഐഡിയാസ് ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എപ്പോഴും ഒരു പുതുമ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ കൂടാതെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.